എൻ്റെ ഈ അടുത്ത് നടന്ന മൂന്നാർ ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. 4 days ട്രിപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടോളൂ. മൂന്നാറൊക്കെ കടന്ന് കുറേ ദൂരം യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ബോർഡറിലേക്കൊക്കെ പോകാനായിട്ട് തോന്നി. അപ്പോൾ അവിടെ ഫുള്ള് കാടാണ്, 2 സൈഡിലും കാടാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വല്ല മൃഗങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ കുറേ കിലോമീറ്റേഴ്സ് പോയെങ്കിലും ഒന്നിനും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ആ ദൂരമെല്ലാം തിരിച്ചു വന്നു. പിന്നെ തിരിച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻസ് എല്ലാം കടന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തുണ്ടല്ലോ, അതിൽ ഇങ്ങനെ നല്ലൊരു രാവിലെ സമയത്ത് യാത്ര അടിപൊളി ഫീലിംഗ്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചൂടായിരിക്കും. ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് സുഖമായിട്ട് നമുക്ക് ഇറങ്ങി കാണുകയും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും ഒക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇവർ പറഞ്ഞ് നിർബന്ധിച്ച് മേടിപ്പിച്ചതാണ് ഈ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പാഷൻ ഫ്രൂട്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. മോളെ ഇത് കഴിച്ചു നോക്കി, ഇത് സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര മധുരമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടിനേക്കാളും നല്ല
ടേസ്റ്റും മധുരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 1 കിലോ വാങ്ങിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ രണ്ടാമത്തെ ദിവസം അത് വാങ്ങിച്ച് കാറിൻ്റെ ഡിക്കിയിലിട്ടതായിരുന്നു. അപ്പോൾ അടിപൊളി ഒരു യാത്ര അങ്ങനെ ഇവിടെ തീരുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.